ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി നിക്ഷേപകർ. നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തതും പ്രതിഷേധത്തിന് കാരണമാണ്. ഈരാറ്റുപേട്ട ബാങ്കിന്റെ കാര്യത്തിൽ ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതെ വന്നതോടെയാണ് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ സമരം തുടങ്ങിയത്. കഴിഞ്ഞ 3 ദിവസമായി അവർ എല്ലാ ദിവസവും സമരം നടത്തുകയാണ്. അനിശ്ചിതകാല സമരം എന്ന പ്രഖ്യാപനവുമായാണ് നിക്ഷേപകർ, അതായത് പ്രായം ചെന്ന വൃദ്ധരടക്കമുള്ള നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഏതാണ്ട് 10 മണി വരെ അവർ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ പോലീസിനൊരു പരാതി നൽകിയിരുന്നതാണ്. അത് ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ ഡിവൈഎസ്പിക്കും ഒക്കെ പരാതി നൽകിയിരുന്നതാണ്. പക്ഷേ അതിലൊരു തുടരന്വേഷണം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇതോടെ കഴിഞ്ഞ ആഴ്ച ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിനെ നേരിട്ട് കണ്ട ഈ സമരക്കാർ ഇതിൽ കേസ് എടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അതിനൊരു പ്രധാന കാരണം ED അന്വേഷണത്തിന് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലൊരു FIR ഇല്ലാത്ത കേസിൽ ED അന്വേഷണം സാധ്യമല്ല എന്ന നിലപാടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ മൊഴി രേഖപ്പെടുത്താനായി ഇവരെ വിളിച്ചിരുന്നെങ്കിലും തുടർന്നൊരു കേസ് എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിക്ഷേപകരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യം. സഹകരണ വകുപ്പും യാതൊരു തരത്തിലുള്ള തുടരന്വേഷണ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 10 കോടിയോളം രൂപ അനധികൃതമായി വായ്പ നൽകി എന്നതാണ് ഈ നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ആ പണം തിരികെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ആ ബാങ്കിൽ ഉണ്ടാകുന്നത് എന്നാണ് അവർ എടുത്ത് പറയുന്നത്. എന്തായാലും ബാങ്കിന് മുന്നിലെ ഈ പ്രതിഷേധം അത് എത്ര നാൾ വേണമെങ്കിലും തുടരുന്ന നിലയിലേക്കാണ് തങ്ങൾ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത്.